ഇനി നേരത്തെ ആവേശം എല്ലാ സ്ഥലങ്ങളും നമ്മുടെ ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ് let me call upon Lulu and Mike principal officials to the stage to felicitate Turbo and the team Turbo with our superstar from Megastar Mammootty celebrating the success of the movie called Turbo right here at Sharjah Central Mall from the whole team of Light Investment and Lulu. Okay, a small note of applause for Bharata Mary. Also to the director of the movie Vaishnav. Alright, we have a bouquet coming out for Samad from True Films. Can we have please for Samad? Alright, and now it's a picture moment with the whole team. After Pokri Raja, after Madhur Raja, Mamukkaye നായകനാക്കി മറ്റൊരു സിനിമ സക്സസ് സെലിബ്രേഷൻ നടക്കുകയാണ് ഇവിടെ ദുബായിൽ. 6 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം ഒരു 4 മണി മുതൽ വന്ന് നിൽക്കുന്ന ആൾക്കാരാണ്. ഷാർജയോട് യുഎഇയോട് വൈശാഖിന് എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു സോ മച്ച്. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ആദ്യമേ തന്നെ താങ്ക് യു പറയുന്നു. ഒരു സിനിമയുടെ സക്സസ് ഇവൻറ്റിൽ വരുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ആദ്യമേ തന്നെ ടർബോ വിജയിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി 1000 നന്ദി പറയുന്നു. ഈ സിനിമയിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഈ സിനിമയ്ക്ക് വേണ്ടി വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. എല്ലാവരെയും ഈ അവസരത്തിൽ ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാത്തിലും ഉപരി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, നിങ്ങൾ സിനിമ കണ്ടതാണ്, നിങ്ങൾക്കറിയാം ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ആ സിനിമ ചെയ്തത്. ഒരുപാട് ദിവസങ്ങൾ ഫിസിക്കലി വളരെയധികം അധ്വാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ മമ്മൂക്കയോട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. Assalamu alaikum. Wa alaikum salam. Mamukka! Turbo! I want to thank you all so much for coming today. Did anyone watch the interview that I did with Mamukka? Well, mashallah, I feel honored to be here. Thank you so much, Mr. Mamukka, for inviting me. Thank you for the opportunity to interview you, to share your story with everyone. I learned that Mr. Mamukka is a humble man, a great man, someone who makes his videos and his movies for you, the people, mashallah. Much love to Mamukka. Thank you. Assalamu alaikum. താങ്ക് യു ഖാലിദ്, താങ്ക് യു സോ മച്ച്. ഈ ഒരു സിനിമയുടെ തുടക്കം മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ തുടക്കം മുതൽ തന്നെ മമ്മൂക്കയുടെ കൂടെയുള്ള സമദ് ഫ്രം ട്രൂത്ത് ഫിലിംസ്. സമദ് ഷാർജയോട് എന്താണ് പറയാനുള്ളത്? അസ്സലാമു അലൈക്കും, നമസ്കാരം. ഒരുപാട് സന്തോഷം. ഈ സ്നേഹം, നിങ്ങൾ തരുന്ന അംഗീകാരം, ഒത്തിരി സന്തോഷം. താങ്ക് യു. നമ്മൾ ടർബോ സിനിമ ഇത്രയും വലിയൊരു സക്സസ് ആക്കിയത് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ്. താങ്ക് യു. താങ്ക് യു. ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിളിക്കാം അല്ലേ? മമ്മൂക്കാക്ക് UAE എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യലാണ്. മമ്മൂക്കയുടെ എല്ലാ സിനിമകളുടെയും ട്രെയിലർ മുതൽ ടീസർ വരെയും മലയാളികൾ, നാട്ടിലുള്ള മലയാളികളെക്കാളും കൂടുതൽ ആദ്യം കാണുന്നത് UAEയിലുള്ള നമ്മളാണ്. അതിനുവേണ്ടി നമ്മുടെ സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള സമയമായി. Can we call Mamukka, mega star of Malayalam movies?
Mamuka to Sharjah. നമസ്കാരം. അർഫാസ് പറഞ്ഞതുപോലെ എനിക്ക് മാത്രമല്ല UAE സ്പെഷ്യൽ. UAE നമുക്ക് എല്ലാവർക്കും സ്പെഷ്യലാണ്. നമ്മുടെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗത്ത് നമ്മുടെ നാട്ടിലെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു രാജ്യമാണ് UAE. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഞാൻ എൻ്റെ വിദേശയാത്രകളിലെ രണ്ടാമത് ഞാൻ സന്ദർശിക്കുന്ന വിദേശ രാജ്യമാണ് UAE. അത് 1987 ഞാൻ ആദ്യം വന്നിറങ്ങുന്നത് ഷാർജയിലാണ്. അങ്ങനെ ഷാർജയുമായൊരു ചെറിയ ആത്മബന്ധം എനിക്കുണ്ട്. ഈ സിനിമകളുടെ ആഘോഷങ്ങളിലും ആരംഭത്തിലുമൊക്കെ വിജയത്തിലും സന്തോഷത്തിലുമൊക്കെ നമ്മുടെ മലയാളികളെയും മലയാളികളല്ലാത്തവരെയും മലയാള സിനിമയെ സ്നേഹിക്കുന്ന ആൾക്കാരെ എല്ലാവരെയും കാണാനും അവരുടെ സന്തോഷം പങ്കിടാനും ഞാൻ സമയം കണ്ടെത്താറുണ്ട്, അവസരങ്ങൾ ഒരുക്കാറുമുണ്ട്. ഇതതുപോലെ ഒന്നാണ്. നമ്മുടെ ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങി, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ് ഇതിനൊരു പുതിയ സിനിമ ഇറങ്ങി. അതും ഇവിടെയാണ് ഞങ്ങൾ ആരംഭിച്ചത്. ഇതിൻ്റെ ആഘോഷ പരിപാടികൾ, ഇതിൻ്റെ വിജയാഘോഷവും ഇവിടെ തന്നെ വേണമെന്നാണ് നമ്മുടെ ആഗ്രഹമുണ്ടായിരുന്നത്. ഇനി ഒരുപാട് എമിറേറ്റ്സിൽ നമ്മൾ പോകാത്ത സ്ഥലങ്ങളുണ്ട്. അടുത്തൊരു സിനിമ നിങ്ങൾ ഇതിനേക്കാളും വലുതായിട്ട് വിജയിപ്പിച്ചാൽ നമ്മൾ ഓരോ എമിറേറ്റ്സിലും പോകും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടത് UAE-യിലെ മലയാളികളും മലയാള സിനിമയെ സ്നേഹിക്കുന്ന മറുഭാഷക്കാരും ഒക്കെ തന്നെയാണ്. ഈ സിനിമ ഒരു വലിയ വിജയമാക്കി തന്നതിൽ തീർച്ചയായിട്ടും സിനിമയുടെ ആദ്യത്തെ 1-2 ആഴ്ചകളിൽ നാട്ടിൽ അത്രയും തന്നെ ആളുകൾ കണ്ടില്ലെങ്കിലും പക്ഷേ കളക്ഷൻ്റെ കാര്യത്തിൽ ഏകദേശം നമ്മുടെ നാടിനോട് ഇടപിടിക്കുന്ന ഈ രീതിയിലുള്ള കളക്ഷൻ ഈ സിനിമയ്ക്ക് ഉണ്ടാകാറുണ്ട് ആദ്യവാരങ്ങൾ. പിന്നെ ഇവിടെ എത്ര ആൾക്കാർ കുറയുള്ളതുകൊണ്ട് കുറയുമായിരിക്കും. പക്ഷെ അതൊരു വലിയ സന്തോഷം പകരുന്നൊരു കാര്യമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ GCC എന്ന് പറയുന്ന ഒരു വലിയ മാർക്കറ്റാണ്. മാർക്കറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ ആളുകൾ സിനിമ കാണുന്നതുകൊണ്ടാണ്. നമ്മുടെ സിനിമ തിയേറ്ററിൽ തന്നെ കാണുന്ന മാത്രം ചെറിയ അപേക്ഷയുണ്ട്. ഫോണിൽ കാണുന്ന സിനിമ പൂർണ്ണമായും സിനിമയല്ല, ഫോണിൽ കാണുന്നത് മാത്രമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്നൊരു അപേക്ഷയുണ്ട്. എന്നാലേ സിനിമ വിജയിക്കുകയുള്ളൂ. നല്ല സിനിമകളും വലിയ സിനിമകളും എടുക്കാൻ നമ്മുടെ നിർമ്മാതാക്കൾക്ക് അവസരങ്ങളുണ്ടാകും. പിന്നെ ഇന്ന് എനിക്കൊരു വലിയ സന്തോഷകരമായൊരു കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ ആതിഥേയരായിട്ടുള്ള ഈ നാട്ടുകാർ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല. നമ്മുടെ ഈ സിനിമ ഇന്ന് അറബിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറബി സംസാരിക്കാൻ പോകുന്ന മലയാള സിനിമ നമ്മുടേതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പില്ല. ഞാൻ നോക്കിയെടുത്തോളം എൻ്റെ അറിവനുസരിച്ച് അങ്ങനെയാണ്. അങ്ങനെയല്ലെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എന്നാലും അതൊരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അഭിനയിച്ചൊരു സിനിമയാണ് ആദ്യമായിട്ട് അറബിയിൽ വരുന്നത്. എൻ്റെ സിനിമ ആദ്യമായിട്ടാണ് അറബിയിൽ വരുന്നത്. ഞാൻ അഭിനയിച്ച സിനിമ ആയിരിക്കില്ല, പക്ഷേ എൻ്റെ സിനിമ ആദ്യമായിട്ടാണ്. നിങ്ങൾ ഏതായാലും അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ സിനിമ ഒന്നുകൂടെ കണ്ടൊന്ന് സന്തോഷിക്കും. ഞാൻ എൻ്റെ ശബ്ദത്തിലല്ലെങ്കിലും എനിക്കങ്ങനെ അറബിയൊന്നും പറയാൻ അറിയില്ല. അറബി പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ടർബോ ജോസിന് പകരം നമ്മളിട്ടിരിക്കുന്ന പേരെന്താ? ജാസിം ടർബോ. ജാസിം ടർബോ എന്നാണ് എൻ്റെ അറബിയിലെ പേര്. നമ്മൾ കണ്ടത് ടർബോ എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ പോർഷനാണ്. ഈ സിനിമ ഒരുപാട് ആളുകൾ നമ്മളെ സഹായിച്ചു. പണിക്കറിന്റെ ക്യാരക്ടർ നിങ്ങൾ കണ്ടല്ലോ. ബിന്ദു പണിക്കറിന് വേണ്ടി ശബ്ദം കൊടുത്തത് മറ്റാരുമല്ല. We've got our Mariam here, right here with us. Mariam. We also have Noora. Can we have Ahmad Salah, who dubbed for Mamuka? നമ്മുടെ ജോസിനെ ജാസിമാക്കി മാറ്റിയ അഹമ്മദ് ആണ്. അതേപോലെ തന്നെ we've got Rashid and Salim. നമുക്ക് ഇവരുടെ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഡബിംഗ് എന്ന് പറഞ്ഞാൽ? ഗേൾസ്, വാട്ട് യു ഹാവ് ടു സേ? ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഓഫ് ഡബിംഗ് എ മലയാളം മൂവി? ആർക്കൊക്കെ വേണ്ടി ഡബ് ചെയ്തു ഇതിനകത്ത്? ഹൗ മെനി ക്യാരക്ടേഴ്സ് യു ഡബ്ഡ് ഫോർ? ജസ്റ്റ് ബിന്ദു പണിക്കർ. ബിന്ദു പണിക്കർ വേണ്ടി മാത്രം ഡബ് ചെയ്ത വേണമെങ്കിൽ നമുക്ക് ബിന്ദു പണിക്കറിന്റെ ഫാമിലിയിലാക്കാൻ പറ്റിയ ഒരാളാണ് അല്ലേ? താങ്ക് യു. സോ നൗ നൂറ, കം ഹിയർ. നൂറ, ആർക്കൊക്കെ വേണ്ടി ഡബ് ചെയ്തു? ഹൗ മെനി ക്യാരക്ടേഴ്സ്? How many characters എനിക്ക് ഓർമ്മയില്ല. Oh, first of all, salam alaikum guys. Hope you guys are okay. പറഞ്ഞു. അപ്പോൾ how was your experience dubbing for a Malayalam movie?
സത്യം പറയുകയാണെങ്കിൽ എന്നോട് ചോദിക്കരുതും ഈ നിൽക്കുന്ന എല്ലാവരോടും ചോദിക്കണം. ഞാൻ അവിടെ മാനേജറെ പോലെയാണ് നിന്നത്. ബട്ട് ഇറ്റ് വാസ് എ ലവ്ലി എക്സ്പീരിയൻസ്. ലൈക്ക് ദ ട്രാൻസ്ലേഷൻ, അതായിരുന്നു ബെസ്റ്റ് പാർട്ട്. ഓക്കെ, അമേസിംഗ്. അഹമ്മദ്, ഐ തിങ്ക് യു ഡബ് ഫോർ മമ്മൂക്ക അല്ലേ? അഹമ്മദ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഹീസ് എ ബ്ലോഗർ. അറബി നന്നായിട്ട് വ്യത്യസ്തമായ അറബികൾ സംസാരിക്കുന്ന വ്യക്തിയാണ്. സോ അഹമ്മദ്, നമ്മുടെ ജോസിനെ ജാസിമാക്കി മാറ്റിയത് താങ്കളാണ്. ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് എൻ്റെ ആദ്യത്തെ ഡബ്ബിംഗ് എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം തന്നെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത്, മമ്മൂക്കയുടെ ക്യാരക്ടർ ആയത് വലിയ സന്തോഷമുണ്ട് എനിക്ക്. I'd like to just say one line before I go. Okay. من عرفتك انت مثل خنجرك اللي ما منه فايده. Thank you. അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞിട്ടോ? Just kidding. Thank you.